ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് അബഹയിലെ ലെന ഇന്റർനാഷണൽ സ്കൂളിന്റെ സ്റ്റേജിന്റെ മുൻവശത്താണ്. ഇവിടെ ഷാഫി പറമ്പിനായി സ്റ്റേജ് ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി ഷാഫി പറമ്പിനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസിനോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. വരൂ. സാറിന്റെ പേരെന്താ? എന്റെ പേര് ഇബ്രാഹിം പട്ടാമ്പി. എന്ത് വർക്ക് ചെയ്യുന്നു? ഞാൻ ഇവിടെ ഇന്ത്യൻ കൗൺസിൽ എംബസി. ഷാഫി പറമ്പിനെ കാണാൻ തീർച്ചയായിട്ടും ഷാഫി പറമ്പിനെ കാണാൻ വേണ്ടി ഞാൻ വന്നത്. ഷാഫി പറമ്പിൽ പ്രത്യേകിച്ച് എന്റെ നാട്ടുകാരനാണ് കൂടിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ അദ്ദേഹം അവിടെയാണ് പഠിച്ചു വളർന്നത്. നമ്മുടെ മക്കളും അവിടെ പഠിച്ചത്. ലെന സ്കൂളായിട്ട് നമുക്ക് വലിയൊരു ബന്ധമുണ്ട്. കാരണം ഈ ലെന സ്കൂൾ തുടങ്ങുന്ന സ്റ്റാർട്ടിങ്ങിൽ സന്തോഷം ഷാഫി പറമ്പിൽ ഇവിടെ എത്തി എന്ന് അറിഞ്ഞത്. താങ്ക് യു സാർ. നമസ്കാരം, ഞാൻ തൃശ്ശൂര്. എന്റെ പേര് ബിജു. ഞാൻ ഇവിടെ മിലിറ്ററി ഓഫീസിൽ വർക്ക് ചെയ്യും. യുവജനങ്ങളുടെ വികാരം തീർച്ചയായിട്ടും. ഞാൻ ഈ ഇലക്ഷനെ ആകെ പ്രാർത്ഥിച്ച് രാഹുൽ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു മുഴുവൻ രാഹുലിന് വേണ്ടി, ഷാഫി പറമ്പിന് വേണ്ടി. അദ്ദേഹത്തിന്റെ കൂടി വിജയമാണ് പാലക്കാട്. എന്താ പേരെന്താ? അഞ്ജലീന. ഏത് സ്കൂളിലാണോ പഠിക്കുന്നത്? നാട്ടിലെവിടെയാ? നാട്ടിലെ കണ്ണൂര്. ഇവിടെ ഏത് സ്റ്റാൻഡേർഡ്? 11. ഷാഫി പറമ്പിനോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടോ? പേര് റിതാണ്. I'm studying in grade 11. And today Honorable Shri Shafi Parambil. പേരെന്താ? ഇതുവാ. നാട്ടിലെവിടെയാ? എങ്ങനെയാ? 11th പഠിക്കുന്നു. പേരെന്താ? 11th പഠിക്കാന്. താങ്ക് യു. പേരെന്താ? എവിടെ? നാട്ടിലെവിടെയാ? എറണാകുളം. ഷാഫി പറമ്പിനെ കാണാൻ വന്നല്ലേ? മോന്റെ പേരെന്താ? എവിടെ? നാടെവിടെയാ? പാകിസ്ഥാൻ. നാം ക്യാ? ഓക്കെ, താങ്ക് യു. പേരെന്താ? എവിടാ? നവീൻ കുമാർ. ഇവിടെ ഏത് ക്ലാസ് പഠിക്കുന്നു? പ്ലസ് വൺ. ഷാഫി പറമ്പിനെ കണ്ടേ പോവും. ഓക്കെ, താങ്ക് യു. പേരെന്താ മോനെ? ओ नाम क्या? मेरा नाम जियान सियाम. पाकिस्तान और बांग्लादेश? इंडिया का यूपी हैदराबाद. यूपी. थैंक यू. नाम क्या? अक्षय. पाकिस्तान का हैदराबाद. या थैंक यू. What's your name? उमर. पाकिस्तान और इंडिया. इधर हैदराबाद. മോളുടെ പേരെന്താ? ഷാഫി പറമ്പിനെ കാണാൻ വന്നതാ? അടിപൊളി. ഓക്കെ. പേരെന്താ? മുഹമ്മദ് സിറാജ്. നാട്ടിലെവിടെയാ? ഷാഫി പറമ്പിനെ കാണാൻ വന്നേനാ? ജോലി എന്തുവാ? എന്താ ജോലി? ഡ്രൈവർ. നാട്ടിലെവിടെയാ? പാലക്കാട്. എല്ലാരും പരിചയപ്പെടും. പേരുന്നതാ? നാട്ടിലെവിടാ? പാലക്കാട്. ഷാഫി പറമ്പിനെ കണ്ടേ പോവും. പേരുന്ന? നാട്ടിലെവിടാ? കൊല്ലം. ഇവിടെ എന്താ വർക്ക് ചെയ്യുന്നു? പേരുന്ന? കമ്മീഷണർ അഭയയിൽ എവിടാണ്? അഭയ തന്നെ അല്ലേ? അഭയം വരുന്ന പേരുന്ന? ഷെഫീർ. ഷാഫി പറമ്പിനെ കാണാൻ വേണ്ടി വന്നു. അത്ര എവിടെ വരുന്ന? പേരൊന്ന് പറയാം. എന്റെ പേര് സജയ്, ഡോക്ടർ സജയ് ആണ്. എവിടെ വർക്ക് ചെയ്യുന്നത്? എന്റെ നാട്ടിലെ തിരുവനന്തപുരമാണ്. ഇവിടെ കോളേജിലാണ്, യൂണിവേഴ്സിറ്റി, KK യൂണിവേഴ്സിറ്റി. അതെ, പുള്ളിയെ കാണാൻ വേണ്ടി മാത്രമായിട്ട് വന്നത്. അത് 10 വർഷത്തിന് മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറി ആയിരുന്നു. അപ്പൊ എല്ലാം അടിപൊളിയാണ്. രാധാകൃഷ്ണൻ. എവിടെ വർക്ക് ചെയ്യുന്നു സാർ? അപ്പൊ നമ്മുടെ ഷാഫി പറമ്പിനെ കാണാൻ വേണ്ടി വന്നു തന്നെ? തീർച്ചയായിട്ടും. ഇവിടുത്തെ ഭാരവാഹികളോ മറ്റോ ആരെങ്കിലും ആണോ? അതെ. ഏത് സ്ഥാനമാണ്? സെക്രട്ടറി ആണല്ലേ സാർ? ഓക്കെ, താങ്ക് യു. പേരെന്താണ് സാർ? ഷംസു പൂക്കോട്ടൂർ. സാർ നാടെവിടെയാ? പൂക്കോട്ടൂർ, മലപ്പുറം ജില്ല. ഇവിടെ എന്താ പോസ്റ്റ് സാർ? ജിസാൻ KMCC സെൻട്രൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ്. ഓക്കെ സാർ. ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിക്ക് നടക്കട്ടെ അല്ലേ? UDF ആയിട്ട് നമ്മൾ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുക. ശരി, താങ്ക് യു സാർ. ഓക്കെ, വെൽക്കം.
നാസിക്. എവിടെ സ്ഥലം? നാട്ടിലെ കോഴിക്കോട്. കോഴിക്കോട്. എവിടെ ഇവിടെ വർക്ക് ചെയ്യുന്നു? ഇവിടെ കമ്മീഷൻ വിഷയത്തിൽ തന്നെ. കമ്മീഷൻ വിഷയത്തില്. ഓക്കെ. നമ്മളെ ഷാഫി പറമ്പിനെ കാണാൻ വേണ്ടി വന്നു തന്നെ? കാണാൻ വന്നാണ്. നമ്മളൊരു പാലത്തിന്റെ അപ്പുറായതിനെ കൊണ്ട് നമുക്ക് വോട്ട് കൂപ്പരുത്തുള്ള നഷ്ടപ്പെട്ട ഒരു സങ്കടമുള്ളൂ. ഏതായാലും നാട്ടിൽ നിന്ന് നേരിട്ട് കണ്ടിട്ടില്ല. ഏതായാലും കാണാനുള്ള ഒരു അവസരമല്ല. അതെ അതെ. കമ്മീഷൻ വിഷയത്തില് വന്നു കഴിഞ്ഞാല് നമുക്ക് ഒരു എൻട്രി കിട്ടുന്നതാണ്. ആ ഒരു എൻട്രി കിട്ടിയപ്പോ ഏതായാലും കാണാൻ വരാനുള്ളൊരു ഹാപ്പിനെസ്സോടെ വന്ന. പേരുന്നു സാർ? പേര് ഫൈസൽ. ഫൈസൽ. ഇവിടെ എവിടെ വർക്ക് ചെയ്യുന്നു? ഞാൻ നെജറാനില്. നമ്മുടെ ഷാഫി പറമ്പ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നാണ് അല്ലേ? ഇന്നത്തെ ഡ്യൂട്ടി എങ്ങനെ? ഡ്യൂട്ടി ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. എല്ലാവരും അങ്ങനെയല്ലേ? എല്ലാവരും അങ്ങനെ തന്നെ. ശരി, താങ്ക് യു സാർ. എവിടെ നിന്ന് വരുന്നു സാർ? ഞാൻ ഇവിടെ അഭയനാണ്. അപകയിലാണ്. സാർ എന്താ വർക്ക് ചെയ്യുന്നു? ഞാൻ വർക്ക് ചെയ്യുന്ന സ്പെയർ പാർട്സ് ആണ്. സ്പെയർ പാർട്സ്. വൈസ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റ് ആണല്ലേ സാർ? പ്രവാസികളുടെ ബുദ്ധിമുട്ടുകളൊക്കെ എന്താണെന്നുള്ളത് വെച്ചാൽ നമ്മളെ കാര്യങ്ങൾ അവതരിപ്പിക്കുക, അതിനു വേണ്ടി പാർലമെന്റിൽ പോരാടും. അതെ, ആ ഒരു ഉദ്ദേശമാണ്. ശരി, താങ്ക് യു സാർ. ഞാനിവിടെ മൈക്കായിട്ട് വർക്ക് ചെയ്യുന്നു. ഷാഫിയെ കാണാൻ വേണ്ടി വന്നു. ഷാഫിയെ കാണാൻ വേണ്ടി വന്നു. ഇന്ന് ഡ്യൂട്ടി എങ്ങനെ സാർ? ഇന്ന് ഡ്യൂട്ടി ഒഴിവാക്കിയിട്ടാണ്. അതല്ലേ, എല്ലാവരും ഒക്കെ ഡ്യൂട്ടി ഒഴിവാക്കിയ കാണുക, കാര്യങ്ങൾ ചില കാര്യങ്ങളൊക്കെ പറയുക, ചോദിച്ചറിയുക, അത്ര തന്നെ അല്ലേ? അതെ. ശരി, താങ്ക് യു സാർ. ഓക്കെ. ആയിരുന്നു സാർ? എൻ്റെ ഒരു ബഷീർ. ബഷീർ, എറണാകുളം. ഇവിടെ എന്താ വർക്ക് ചെയ്യുന്നു? ഞാൻ ഫ്രിഡ്ജിന്റെ വർക്ക്, AC, വാഷിംഗ് മെഷീൻ്റെ ഒക്കെ റിപ്പയറിങ്. ഇവിടെ നമ്മുടെ ഭാരവാഹിത്വം എന്താണ് സാർ? നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്, ടൗൺ കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ശരി, ഇല്ല, നമ്മളിങ്ങനെ ഒരു പാർട്ടിയെ പുതിയൊരു വളർന്നു വരുന്ന ഒരു യുവ നേതാവ് എന്നുള്ള നിലയിൽ പിന്നെ ഒരു പ്രോത്സാഹനം എന്ന് മാത്രമല്ല, നമുക്ക് പ്രവാസികൾക്ക് വേണ്ടി പാർലമെന്റിൽ ഒത്തിരി സംസാരിക്കുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ഓരോ വ്യക്തിഗത പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ല രീതിയിലൊരു കേരളത്തിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്ന ഒരു വ്യക്തി, പ്രവാസികൾക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്ന ഒരു വ്യക്തി. അങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും ആളൊരു ഒന്നാമനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പ്രവാസികൾക്കൊപ്പം മൊത്തത്തിലൊന്ന് പരിചയപ്പെടുത്തുക, അദ്ദേഹത്തിന്റെ കഴിവുകൾ ഇവരിലേക്ക് അറിയിക്കുക, അതുവഴി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു മുതൽക്കൂട്ടാവുക. ആ രീതിയിലേക്കുള്ള ഒരു കരുതലാണ് ഇപ്പോഴുള്ള ഈ ഷാഫിയുടെ ഈ സന്ദർശനം ഞങ്ങൾ കൊടുക്കുന്ന സ്വീകരണം. താങ്ക് യു സാർ. സാറിന്റെ പേരെന്താ സാർ? പ്രകാശ് നാഥാവ്. ഇവിടെ സാറിന് എന്താ പോസ്റ്റ് സാർ? കമ്മ്യൂണിറ്റി ജനറൽ സെക്രട്ടറി. അപ്പൊ നമ്മുടെ ഷാഫി പറമ്പിന് കൊണ്ടുവരാൻ നേതൃത്വം നൽകിയ സാറിനാണോ? നമ്മുടെ പ്രസിഡന്റ് അഷ്റഫ് കുര്യലാണ് അതിന്റെ നേതൃത്വം കൊടുത്തിരിക്കുന്നു. സൗദി അറേബ്യ തന്നെ അത് വിസിറ്റിങ്ങിന് വരുന്നുണ്ട്. അദ്ദേഹമാണ് അതിലേക്ക് വരാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുള്ളത്. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആളെ പറ്റി നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമില്ല. അദ്ദേഹം കേരളത്തിലെ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ MP-മാരിൽ ഏറ്റവും മുൻപന്തിയിൽ കിട്ടുന്ന സാധാരണക്കാരുടെ, അതുപോലെ തന്നെ കുട്ടികളുടെ, അതുപോലെ തന്നെ ചെറുപ്പക്കാരുടെ ഒരു വികാരമായി മാറിക്കുന്ന ഒരു വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. അദ്ദേഹത്തെ കൂടുതൽ ഞാൻ പറയണമെന്നില്ല. കേരള ജനതയ്ക്ക് അതുപോലെ തന്നെ മതേതര ജനാധിപത്യ വിശ്വാസങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തോട് ഉള്ള കടപ്പാടും സ്നേഹവും വളരെ വലുതാണ്. എന്റെ പേര് വിലാസ്. എന്റെ വീട് കണ്ണൂരാണ്. ഞാൻ ഇവിടെ ഒരു 10 വർഷത്തോളം പ്രവർത്തിക്കാറുണ്ട്. അപ്പൊ എന്റെ പ്രസിഡന്റായിട്ടും. അപ്പൊ നമ്മുടെ ഷാഫി പറമ്പിന് ഇവിടെ കൊണ്ടുവരാൻ നിങ്ങൾക്കാണോ മുൻകൈ എടുത്തത്? ഞങ്ങൾ അദ്ദേഹം മുൻകൈ എടുത്ത് ഏറ്റവും ആദ്യം മുൻകൈ എടുത്തത് നമ്മുടെ പ്രസിഡന്റാണ്, അഷ്റഫ് കുര്യച്ചാണ്. പിന്നെ ഞങ്ങളെല്ലാം കൂടെ സപ്പോർട്ട് ചെയ്തു. അതിന് പൂർണ്ണ പിന്തുണ ഞങ്ങൾ. ഇപ്പൊ തന്നെ നമുക്കറിയാം ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് കാര്യങ്ങളല്ല, ഓരോ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ നമ്മൾ ആ പുള്ളിയെ നമ്മൾ പുള്ളിനെ ആയിട്ട് അറിയിക്കും. പുള്ളി അത് ലോക്സഭയിൽ അവതരിപ്പിക്കും. അസീർ തിരുവനന്തപുരം കൂട്ടായ്മയുടെ പ്രതിനിധികളാണ് ഞങ്ങളിവിടെ ഖമീസ് വിഷയത്തിൽ അബാ റീജിയനിൽ തിരുവനന്തപുരം കൂട്ടായ്മയുടെ ഒരു വലിയ ഏകദേശം 200ഓളം മെമ്പർമാരുള്ള ഒരു കൂട്ടായ്മയാണ്. ഞങ്ങളിവിടെ ഷാഫി പറമ്പിന് ഒരു നല്ല സ്വീകരണം നൽകുന്നതായിരിക്കും. അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ എല്ലാ സഹപ്രവർത്തകരും വന്നിരിക്കുന്നത്. എല്ലാവരും വന്നു നിൽക്കുന്നത് ഷാഫി പറമ്പിന് നല്ലൊരു സ്വീകരണം നൽകുന്നതിന് വേണ്ടിയാണ്. ഇവിടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി നസീം ഇവിടെയുണ്ട്. വൈസ് പ്രസിഡന്റുമാരെ നിസാമുദ്ദീൻ, ബിജു, പിന്നെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആയിട്ടുള്ള അൻഷാജ്, അരവിന്ദ്, ജുനൈദ്, ഷാജി, ഞങ്ങളുടെ സംഘടനയിലെ ആൾക്കാരാണ് ഈ നിൽക്കുന്നവരെല്ലാവരും. ഞങ്ങള് വലിയൊരു ശക്തമായ കൂട്ടായ്മയാണ്. ഞങ്ങൾ ഏകദേശം 1 വർഷമായി കമ്മീസ് വിഷയം തുടങ്ങിയിട്ട് ഞങ്ങൾ ഒരുപാട് പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ നോർക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു ലോഗോ പ്രകാശനം ഇന്നിവിടെ ബഹുമാന്യ MP നിർവഹിക്കുന്നതായിരിക്കും. ചടങ്ങിനോടനുബന്ധിച്ച് അസീർ തിരുവനന്തപുരം കൂട്ടായ്മയുടെ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് വരുന്നുണ്ട്. അതിന്റെ ലോഗോ പ്രകാശനം ബഹുമാന്യ നമ്മുടെ MP
ഷാബി പറമ്പിൽ നിർവഹിക്കുന്നതായിരിക്കും. ഞാൻ ബിജു, തിരുവനന്തപുരം കൂട്ടായ്മയുടെ വൈസ് പ്രസിഡന്റാണ്. ഞങ്ങളൊരു ക്രിക്കറ്റ് ടൂർണമെന്റ് ഇപ്പൊ സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ ലോഗോ ഒന്ന് പ്രകാശനം ചെയ്യും ബഹുമാനപ്പെട്ട ഷാഫി പറമ്പില് എന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നത്. തിരുവനന്തപുരം കൂട്ടായ്മയുടെ മിക്ക അംഗങ്ങളും പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങളൊരു 10-200 പേരുള്ള ഒരു സംഘടനയാണ്. അതിന്റെ ഒരു മുന്നേറ്റത്തിനായിട്ട് ഷാഫി പറമ്പിലിന്റെ പൂർണ്ണ പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എൻ്റെ പേര് അലിസി പന്നണി, കമ്മ്യൂണിസ്റ്റ് KMC ടൗൺ കമ്മിറ്റി പ്രസിഡന്റ്. നമ്മുടെ വടകര MP ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നസീർ പ്രവാസത്തെ സന്ദർശിക്കുന്നത്. അതെ, ആദ്യമായി അദ്ദേഹം ഒരു പാർലമെന്റ് അംഗത്തിലേക്ക് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രവാസ ലോകത്തുള്ള എല്ലാവർക്കും കാണാൻ പറ്റില്ല. അദ്ദേഹം പ്രവാസികൾ നേരിടുന്ന വിഷയങ്ങളൊക്കെ അദ്ദേഹത്തിന് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പറ്റും. അതെ, കാരണം പാർലമെന്റിൽ അദ്ദേഹം ഫസ്റ്റിൽ തന്നെ പ്രവാസ ലോകത്ത് അനുഭവിക്കുന്നവരുടെ അനുഭവങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞതാണ്. അതെ, ഗവൺമെന്റിന് മുമ്പിൽ അവതരിപ്പിച്ചതാണ്. നിയമസഭയിൽ അവതരിപ്പിക്കുകയാണ് ലക്ഷ്യം. ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിൽ MP ഇതാ സ്കൂൾ അങ്കണത്തിൽ വന്നെത്തിച്ചേർന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിൽ MPയെ സ്വീകരിക്കാനായി ലെന ഇന്റർനാഷണൽ സ്കൂളിലെ കുട്ടികളും ടീച്ചേഴ്സും പാരന്റ്സും പ്രവാസികളും കൂടി ചേർന്ന് ഷാഫി പറമ്പിൽ MPയെ സ്വീകരിക്കുന്നു. ഈ സ്കൂളിലെ കുട്ടികളുടെ അകമ്പടിയോടെ. Get ready for welcome clap. Welcome clap, go. Take off 10. Great. Welcome to my class. Go. ലെന ഇന്റർനാഷണൽ സ്കൂളിലെ കുട്ടികളുടെ ഫ്രൂട്ട്സ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഇനോഗ്രേഷൻ പ്രോഗ്രാമാണ് ഇവിടെ ഷാഫി പറമ്പിൽ MP നടത്തിക്കൊണ്ടിരിക്കുന്നത്. Surah recitation by Mr. Haizan Ali. Ladies and gentlemen, now it's time to add a touch of grace, elegance to our evening. Our talented students are ready to mesmerize us with a beautiful welcome dance performed under the guidance of our dedicated teacher, Mrs. Santa Lakshmi. So sit back, enjoy, and let's welcome this with a big round of applause. സിജു എസ് ഭാസ്കർ അവരുടെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സൗത്ത് ദക്ഷിണാമേഖല OICC ജനറൽ അഷ്റഫ് കുറ്റിച്ചൽ അവരുടെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജനറൽ സെക്രട്ടറി പ്രകാശ് നഗാപുരം അവരുടെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെക്രട്ടറി മനാഫ് പറപ്പിൽ അവരുടെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. OICC President G. Sar, Prince, Vice President.
Lana International Vice Principal, Boys Section Prince Left, Girl Section Principal Shakina Faruqi അവர்களെയും സ്വാഗതം കൊടുവള്ളി അവர்களെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Extend a gracious welcome to all the esteemed guests, dignitaries and attendees. It's my honor to invite our beloved principal, Dr. C.S. Jasper from Lana International School to deliver a welcome speech. Let's welcome the Miss Naomi students who have achieved their glory in the Tamil secondary area, they are saying a very warm greeting to Lana Advanced International School in Avara. Actually, I landed to a very cool morning breeze like a cucumber today morning. But now I feel warm, not just because of the suit I wear, but I feel warm because of the love you have given me here. Thank you so much. വളരെ തണുത്ത ഒരു കാറ്റിലേക്കാണ് ഇന്ന് കാലത്ത് അവയിൽ ഞാൻ വന്നിറങ്ങിയത്. I was new to this climate. I was not aware that I will be welcomed by this morning cool breeze. I was wearing a very thin shirt. But when I got out from the airport till to this stage, I have experienced the warmth of your love, your passion and your respect that you are showing me as a people's representative back home. I'm so grateful to you, the organizers, the school, the educators, the teachers, the PTA, above all my dear friends who are building their future over here. And I'm very thankful to my organization, Overseas Indian Cultural Congress, away from home but never away from the political spirit. I'm proud of their achievements, I'm proud of their activities, and proud of their services that they render abroad. Maybe their second home, they serve this country as well as our country back home. Whenever our people are in trouble, whenever we face something, some challenges, we are sure that we can count on you people because you always extended a helping hand to people back home. So I once again congratulate OICC for having me here, for holding this meeting and for ensuring that I am interacting with the young minds of Avaha and the school. ഈ ക്യാമ്പസിലേക്ക് വരാൻ, ഈ കുട്ടികളെ കാണാൻ, നിങ്ങളുമായി സംവദിക്കാനും ഒക്കെ എനിക്ക് അവസരം ഉണ്ടാക്കി തന്ന OICCക്കും ഇവിടെ ഞങ്ങളുടെ ഹോസ്റ്റൽ സ്കൂളിലും ടീച്ചേഴ്സിനും എല്ലാവരോടും നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. I'm not going to take much of your time because I was told that I'll be receiving some questions from you. I'm waiting for that. So this will be sounding very challenging for you to be away from your home, to study here, to learn here, to do your education here. And you will be concerned about your higher education also. But I find this is a treasure trove of opportunities. Because nowadays,
we cannot confine anything to geographical limitations. If you have got a good talent, if you have got skill, if you have got a good idea, if you have got a good product, nothing is geographically confined. Any remote areas of the world, any remote villages of the world, if you believe in yourself and if you believe in your skill set, I am very much confident that you will prove one of the superstars of the future. We are heavily counting on you. We are relying on you. And I find you are not building just your future here. I am sure that you are building your future, your family's future, your community's future, your nation's future, and this blog's future. It's everything has depended on you people. So wherever you are, however difficult it seems, things are for you. I am so sure that you have that resilience inside you. You have that perseverance inside you. You have that courage to face challenges, and you will prove yourself in the coming days. Once again, I take this opportunity to thank you, everybody over here, everyone over here, and I am eagerly waiting to take your questions and to answer to my extent, my capacity, my possible capacity. Once again, thank you one and all. And I have heard that this is fruit day in school. Is it? This is a fruit day in school. And on your face I can see that you are as fresh as your valuable fruits which Avla produces to the world market. You seem very fresh and very energetic. Thank you so much. Good afternoon, sir. My name is Madhav. I study in the First of all, I have to thank you, and I'm really honored to be in a position in this auspicious occasion to ask you a question. That's my question. Thank you. I have to thank you. So, sir, my question is: you see, all of the students here, we are studying with big hopes and big dreams. But actually, someone living in the country for their future. If it's by choice, we cannot blame them. But they must not be forced to leave the country. Our administration or our government must ensure that people are not forced to leave the country. If they wish to stay back, if they wish to continue in our own country, if they wish to work there, if they wish to be an entrepreneur there, your concerns in Indian Parliament, you will be addressed, your concerns will be raised in Indian Parliament. Thank you. Good afternoon, sir. My name is Anushka Prabhakar. I'm from 8A. So I'm having a question for you today. My question is, because of frequent change in teacher, it is highly affecting the academic performance of students like us. So what is your suggestion about this issue? Yes. I think the school must seriously look into that. There must be a system of educating students. If the individual changes does not mean that all the procedure is process is disturbed. I cannot train teachers for being close to you. ഇനിയിപ്പോ ആരംഭിക്കൽ എളുപ്പമാണെന്ന് കരുതുന്നില്ല. സൗദി അറേബ്യയുടെ ഗവൺമെന്റ് അനുവദിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സെൽഫ് സഫിഷ്യന്റ് മോഡൽ നമ്മൾ പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ OICC ഇവിടുത്തെ ബിസിനസ് കമ്മ്യൂണിറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ട്രിപ്പായിരുന്നു. അപ്പൊ മക്കയിൽ ഒരു പ്രോഗ്രാം പറഞ്ഞു. അപ്പൊ അതിന് പോവാന്ന് പറഞ്ഞപ്പോ അവിടെ ഒരു പ്രോഗ്രാം അവർ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു. OICC കുറിച്ച് അപ്പൊ അത് അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞപ്പോ ജിദ്ദ അവർ പറഞ്ഞു ഞങ്ങളുടെ അവിടെ ലാൻഡ് ഇവിടെ പ്രോഗ്രാം പങ്കെടുക്കാതെ നിങ്ങൾ നേരെ അങ്ങോട്ട് പോകാൻ പാടില്ല. അപ്പൊ പിന്നെ ഞാൻ വന്ന് ഇറങ്ങി നേരെ മക്കയിലേക്ക് പോയി. തിരിച്ച് ഞാൻ അന്ന് തന്നെ ജിദ്ദയിലേക്ക് വന്നു. തിരിച്ച് ഞാൻ അന്ന് തന്നെ മക്കയിലേക്ക് പോയി. ഈ രാത്രി മുഴുവൻ അവിടെ പുലർച്ചെ 3 മണി വരെ ഉംറയൊക്കെ ചെയ്ത് 7 മണിക്ക് റൂമിൽ തിരിച്ചെത്തി. തിരിച്ച് രാവിലെ 10 മണിയാകുമ്പോഴത്തേക്ക് ജിദ്ദയിലെത്തി. തിരിച്ച് 3 മണിയാകുമ്പോഴത്തേക്ക് വീണ്ടും മക്കയിലെത്തി. രാത്രി 12 മണിയാകുമ്പോഴത്തേക്ക് മദീനയിലെത്തി. അവിടെ ഈ പ്രോഗ്രാം അവിടുത്തെ റൗദയിലൊക്കെ കയറിയതിന് ശേഷം അവിടുത്തെ ഞാനൊരു 2:30 ആയപ്പോ ഞാൻ റൂമിലെത്തി. ഈ 2:30 റൂമിലെത്തിട്ട് ഞാൻ ഈ മനുഷ്യനെന്ന് വിളിച്ചു. ഞാൻ ഈ 2 ദിവസം കൊണ്ട് ആകെ 1.5-2 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ട്. സ്കൂളും അവിടെ തന്നെ ഉണ്ടാവും, കുട്ടികളും അവിടെ തന്നെ ഉണ്ടാവും, നിങ്ങളെല്ലാവരും അവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് എന്റെ ഒരു വേറൊരു ദിവസത്തേക്ക് ആക്കാൻ പറ്റുമെന്ന് ഞാൻ ഈ മനുഷ്യനോട് വളരെ സ്നേഹത്തോടെ ഞാനൊന്ന് പറഞ്ഞു വെക്കും. ഒരു കാരണവശാലും പറ്റില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല 8 മണിക്ക് ഞാൻ മദീനത്തെത്തുന്ന ഫ്ലൈറ്റ് എന്റെ ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ അത് രാവിലെ 6 മണിക്കാക്കി. 2:30 മണിക്ക് റൂമിലെത്തി ഞാൻ
4 മണിയാകുമ്പോഴത്തേക്ക് മുമ്പ് എയർപോർട്ടിലെത്തി രാവിലെ ഇവിടെ ഇറങ്ങി. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ റിയാദിലേക്ക് ഇപ്പോൾ ഫ്ലൈറ്റ് എടുത്ത് പോകും. എനിക്ക് അവിടെ പ്രോഗ്രാം ഉണ്ട്. കഴിഞ്ഞാൽ നാളെ ദമാമിലും സെയിം നൈറ്റ് ബാഹയിലും പരിപാടിയാണ്. ഈ 3-4 ദിവസം കൊണ്ട് ആകെ ഉറങ്ങുന്നത് 5-6 മണിക്കൂറാണെന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയും തരാതെ ഗുളിക കഴിക്കുന്നത് പോലെ രാവിലെ ഉച്ചക്കും വൈകുന്നേരവും എന്നെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്നതിന് നിങ്ങളെ ഈ കുട്ടിച്ചെല്ലിന് എന്റെ വലിയ സ്നേഹം ഞാൻ ഈ വേദിയിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ലെന ഇന്റർനാഷണൽ സ്കൂളിലെ ഒരു കുട്ടി ഷാഫി പറമ്പിൽ എംപിയുടെ ചിത്രം വരച്ച് കൊടുക്കുകയാണ്. അസീർ തിരുവനന്തപുരം കൂട്ടായ്മയുടെ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ലോഗോ പ്രകാശനം ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിൽ എംപി ഇവിടെ നിർവഹിക്കുകയാണ്. വിന്റർ സീസൺ കപ്പ് 2025. ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഈദ് സ്ക്വയർ കപ്പ് 25 ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിൽ എംപി ലോഗോ പ്രകാശനം ചെയ്യുകയാണ്. ഷാഫി പറമ്പിൽ എംപിയുടെ പൊതുപ്രവർത്തനങ്ങൾ കാണുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് മുൻകാല രാഷ്ട്രപതി APJ അബ്ദുൽ കലാം സാറിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതെന്തെന്നാൽ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവരും വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും അണിനിരുന്നപ്പോൾ എവർക്കും ചേർന്നിരുത്തി അണികളെ കൂടെ ചേർത്ത് പിടിക്കുന്നു. അതാണ് ഷാഫി പറമ്പിൽ എംപി. ആ മഹത്വം ഒന്ന് കാണണം എല്ലാവരും. ഞാനിതിൽ അബ്ദുൽ സലാം സാറിന്റെ ഒരു വീഡിയോയും കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ആ വീഡിയോയും കൂടി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഷാഫി പറമ്പിൽ എംപി എങ്ങനെയാണ് മുന്നോട്ട് നയിക്കുന്നത്. ഇതാ കണ്ടോ, ആ വീഡിയോ ഞാനിതാ കാണിക്കുന്നത്. ചേറുമാറ്റി എല്ലാവരും സമത്വരാണെന്ന് കാണിക്കുന്നു. ഈ വീഡിയോയുടെ ആദ്യ അവസാനം മുതൽ കണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബ്രദേഴ്സ് കിച്ചൺ ലാബ് ആൻഡ് ക്രാഫ്റ്റിന്റെ 1000 നന്ദികളോടെ എന്റെ ഈ ചാനലിനെ ഒന്ന് നിങ്ങളുടെ കരങ്ങളാൽ ശക്തിപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഒരു ലൈക്കിലൂടെയും ഒരു കമന്റിലൂടെയും ഒരു സബ്സ്ക്രൈബിലൂടെയും എൻ്റെ ഈ ചാനലിനെ ഒന്ന് നിങ്ങളുടെ കരങ്ങളാൽ ശക്തിപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചാനലിനെ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.